ഹലോ, വെൽക്കം ബാക്ക്. സുഹൈൽ പട്ടാമ്പി. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 7 എപ്പിസോഡുകൾ പിന്നിട്ടു. ഇതിൽ 7 ഭാഗം കേട്ട് ക്ലാസ്സൊക്കെ മനസ്സിലായവർ ധാരാളമുണ്ട്. അവരൊക്കെ വാട്സാപ്പിലും മറ്റൊക്കെ ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നു. ചിലർ കമൻറ്റിൽ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അത് നല്ലതാണ്. 8ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം സംവദിച്ച് കൂടുതൽ സെൻറ്റൻസുകളും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് അതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷേ അതിലുപരി നമ്മൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ല, ചില കാര്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക തന്നെ വേണം. അപ്പോൾ ഒരുവിധം എല്ലാ ക്ലാസ്സിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ മറ്റോ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, സ്പോക്കൺ ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. അത് നേരെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ഒരു 10-200 ആളുകൾ, അങ്ങനെ ആയാൽ അത് മുന്നോട്ട് പോകില്ല. 4-5 പേര്, നിങ്ങളുടെ ഇതേ ലക്ഷ്യമുള്ള 4-5 പേര് കൂടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടത്താം. അപ്പോൾ കാര്യം വിജയിക്കും. 7ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് 2 കാര്യം. ഒന്ന്, നീ ചെയ്താൽ, നീ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ വന്നാൽ വന്നില്ലെങ്കിൽ, ആയാൽ അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ഒരു പോസിബിലിറ്റി, അതിൻ്റെ നെഗറ്റീവാണ് പറഞ്ഞത്. ഇഫ് ക്ലാസ്, വെദർ ക്ലാസ് എന്ന് പറയും. ഇഫ് യു കം, നീ വന്നാൽ, അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ, യു വിൽ പാസ്, നീ വിജയിക്കും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞാൽ അൺലെസ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചില്ലെങ്കിൽ, അൺലെസ് യു വർക്ക് ഹാർഡ്, നീ നന്നായി പരിശ്രമിച്ചില്ലെങ്കിൽ, യു വിൽ ഫെയിൽ, നീ പരാജയപ്പെടും. അത് നമുക്ക് അറിയാം. അതാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഇത് രണ്ടും കൂടി ചേർന്നൊരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. നീ പഠിച്ചാലും ഇല്ലെങ്കിലും, ചിലർ ഈ പഠിച്ചാലും ഇല്ലെങ്കിലും ഈ നേരാവില്ല, അങ്ങനെ പറയില്ല. നീ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോകും. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകും എന്ന് നമ്മൾ പറയാറുണ്ടോ അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയേണ്ടത്? അതിന് ഒറ്റ വാക്കുണ്ട്, വെദർ. WHETHER. വെദർ, വേറെ വെദർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് കാലാവസ്ഥയ്ക്ക് വെദർ എന്നാണ് പറയുന്നത്, അത് WE ആണ്. WHETHER, വെദർ. അപ്പോൾ നീ വന്നാലും ഇല്ലെങ്കിൽ, നീ പഠിച്ചാലും ഇല്ലെങ്കിലും, വെദർ യു സ്റ്റഡി ഓർ നോട്ട്, വെദർ യു സ്റ്റഡി ഓർ നോട്ട്, നീ പഠിച്ചാലും ഇല്ലെങ്കിലും, വെദർ യു സ്റ്റഡി ഓർ നോട്ട്, അതിൻ്റെ ശേഷം എന്ത് വേണമെങ്കിൽ അടയാം. വെദർ യു കം ഓർ നോട്ട്, നീ വന്നാലും ഇല്ലെങ്കിലും ഐ വിൽ ഗോ, ഞാൻ പോകും, പറയാറില്ലേ. വെദർ യു സ്റ്റഡി ഓർ നോട്ട് യു വിൽ വിൻ, നീ പഠിച്ചാലും ഇല്ലെങ്കിലും നീ പാസ്സാവും. അപ്പോൾ വെദർ യു ഡു ഓർ നോട്ട്, നീ ചെയ്താലും ഇല്ലെങ്കിലും, വെദർ യു സ്റ്റഡി ഓർ നോട്ട്, നീ പഠിച്ചാലും ഇല്ലെങ്കിലും, വെദർ യു അറേഞ്ച് ഓർ നോട്ട്, നീ അറേഞ്ച് ചെയ്താലും ഇല്ലെങ്കിലും, വി വിൽ ഗോ, ഞങ്ങൾ പോകും. ഓക്കെ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ 3 കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയണം. കൂടുതൽ എക്സാമ്പിൾ പറയാതെ മാക്സിമം ഷോർട്ട് ക്ലാസ് ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. റൈറ്റ്, വളരെ വിശാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാനും കൂടുതൽ പഠനങ്ങളൊക്കെ നടത്താനും മറ്റൊരു കാര്യം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. 10 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഞങ്ങളുടെ കൂടെ താമസിച്ച് ഭക്ഷണം താമസ സൗകര്യങ്ങളോട് കൂടെ 10 ദിവസത്തെ ഒരു അടിച്ചു പൊളി ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വിഷയവുമായി 9ാം എപ്പിസോഡിൽ നമുക്ക് കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.